ശത്രുക്കളെ തകർക്കാൻ എപ്പോഴും മിസൈലുകളോ ബോംബുകളോ ആവശ്യമില്ല. ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നട്ടെല്ല് എങ്ങനെ ഒടിക്കാമെന്ന് അമേരിക്ക ഇപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇറാൻ അക്ഷരാർത്ഥത്തിൽ തകർന്നടിയുകയാണ്. സ്വന്തം സൈനികർക്ക് ശമ്പളം നൽകാൻ പോലും പണമില്ലാതെ പട്ടിണിയിലായിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ തൽക്കാലം നിർത്തിവെച്ച് പകരം സാമ്പത്തിക യുദ്ധം കടുപ്പിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ഒരു ഭാഗത്ത് വൻതോതിലുള്ള സൈനിക ആക്രമണത്തിന് സജ്ജമായി നിൽക്കുമ്പോഴും മറുഭാഗത്ത് ഇറാന്റെ സാമ്പത്തിക മേഖലയെ വരിഞ്ഞു മുറുക്കുകയാണ് ട്രംപ്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ കാരണം ഇറാനിൽ ഇപ്പോൾ ഭീമമായ പണപ്പെരുപ്പമാണ് അനുഭവപ്പെടുന്നത്. ഭാഗികമായ ചർച്ചകൾക്ക് മാത്രം തയ്യാറാകുന്ന അമേരിക്ക ഇറാന്റെ ഈ സാമ്പത്തിക തകർച്ചയും ഗതികേടും വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. പെർഷ്യൻ ഉൾക്കടലിലും ഹോർമൂസ് കടലിടുക്കിലും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ശക്തമായ നാവിക ഉപരോധം ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഈ ഉപരോധം കാരണം ഇറാന്റെ ഖജനാവ് കാലിയായെന്നും സ്വന്തം സൈന്യത്തിന് ശമ്പളം കൊടുക്കാൻ പോലും അവർ ഇപ്പോൾ വിഷമിക്കുകയാണെന്നുമാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ആയുധം പ്രയോഗിക്കാതെ തന്നെ സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ ഗതികെട്ട് ചർച്ചാമേശയിൽ എത്തിക്കുക എന്നതാണ് വൈറ്റ് ഹൗസിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇതൊരു വലിയ ചതുരംഗ കളിയാണെന്നാണ് ട്രംപ് ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്നത്. യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും ലോകവിപണിയിൽ എണ്ണവില ഉയരാതെ നോക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുണ്ട് എന്നതും നമ്മൾ കാണാതെ പോകരുത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒമാൻ വഴി ചില ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഉപരോധം പൂർണ്ണമായും പിൻവലിക്കണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക തള്ളിക്കളയുകയാണ്. ചുരുക്കത്തിൽ കടുത്ത സൈനിക ആക്രമണങ്ങൾക്ക് തുനിയാതെ തന്നെ ആഭ്യന്തര സാമ്പത്തിക തകർച്ച നേരിടുന്ന ഇറാനെ നയതന്ത്രപരമായും സാമ്പത്തികമായും ശ്വാസം മുട്ടിക്കുക എന്ന തന്ത്രം അമേരിക്ക വിജയകരമായി തന്നെ നടപ്പിലാക്കുകയാണ്. അമേരിക്കൻ ഡോളറിന്റെ സാമ്പത്തിക കരുത്തിനു മുന്നിൽ ബോംബുകളെക്കാൾ വലിയ പ്രഹരമാണ് ഇപ്പോൾ ഇറാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.